പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ ഇവിടെ രണ്ടുപേരിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. ആരാന്നല്ലേ? നമുക്കൊക്കെ പ്രിയപ്പെട്ട, നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ഷാനവാസ്ക, അതുപോലെ തന്നെ വിനോദേട്ടൻ. ഇവർ രണ്ട് നമ്മുടെ NCVയുടെ സ്വന്തം ആളുകളാണ്. അവരാണ് ഇന്നിപ്പോൾ NCVയോടൊപ്പം ചേരുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം. ഷാനവാസ്ക, കലോത്സവം നമസ്കാരം. വിനോദേട്ടൻ അതെ നമസ്കാരം. എന്തൊക്കെയാണ് കലോത്സവത്തിന് വന്നത്? കലോത്സവത്തിന് നമ്മൾ പഠിച്ച രണ്ടുപേരും പഠിച്ച സ്കൂളാണ്. അതിലുപരി രണ്ടുപേരുടെയും കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. വിനോദിൻ്റെ മോള് ലൈറ്റ് സോങ്ങിനുണ്ട്, മോനും ലൈറ്റ് സോങ്ങിനുണ്ട്. അപ്പോൾ അതും പഠിച്ച സ്കൂളും ഒക്കെ കൂടെ രസം. പിന്നെന്താ വെച്ചാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണല്ലേ സത്യത്തിൽ ഇങ്ങനെ ഒന്ന് കാണുന്നു. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ല ശരിക്കും ഭയങ്കര ഉത്സവം തന്നെയാണിത്. നമ്മുടെ കുറേ ഓർമ്മകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ പണ്ട് നാടകവും എന്താ പറയുക ലളിതഗാനവും സംഘഗാനവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറേ ഏരിയ ആ സ്റ്റേജിലൊക്കെ ആയിരുന്നു നമ്മളെ കുറേ നമ്മൾ പഠിച്ച സ്കൂളല്ലേ. വിനോദേട്ടൻ അതുപോലെ നന്നായി പാട്ട് പാടും. ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ വിനോദേട്ടൻ ഒരു രണ്ട് വരി പാടിയല്ലോ. അയ്യോ ഇപ്പോഴാ നീ പണ്ട് ലൈറ്റ് സോങ്ങിന് പാടിയ രണ്ടുപേര് ആണോ? പണ്ട് ലൈറ്റ് സോങ്ങിന് ഓർമ്മയുണ്ടാവുമെന്നാവാൻ അറിയില്ല, എന്നാലും നോക്കാം. രണ്ടുപേരും പാടാം. ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ സഖിബിംബം പൊഴിയും പോലൊരു സർവാംഗ സുന്ദരി ഒരുങ്ങി വന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഒരു ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ. എത്ര ഒരുപാട് ലളിത ഈ പാട്ടൊക്കെ ഒരുപാട് കുട്ടികൾ പാടും. നമ്മൾ പാടിയുള്ള പാട്ടുകളാണ്. ഒരു ഉത്സവമാണ്. അല്ല, എനിക്കിത് ഇതൊക്കെ തന്നെ ഈ ഇങ്ങനെ പരിപാടി പങ്കെടുത്തതും കാര്യങ്ങളും സ്കൂളിൻ്റെ സ്റ്റേജും പരിപാടിയൊക്കെ ഞങ്ങൾ ഈ സ്റ്റേജിൽ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. നീ പഠിച്ചില്ലേ ഇവിടെ? അല്ല, എൻ്റെ ക്ലാസ് റൂം അവിടെ ആയിരുന്നില്ല. ഞങ്ങൾ ഒരേ മറ്റേ ഒരു വർഷത്തെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ ഒരേ സ്കൂളിലെ സഹപാഠികളായിരുന്നു. അപ്പോൾ ഈ കലോത്സവ വേദിയും ഇവിടുത്തെ ഈ നിറസാന്നിധ്യവും പൊന്നാനിയുടെ കലയോടുള്ള പുതിയ തലമുറക്കുള്ള ആഭിമുഖ്യമൊന്നും കുറഞ്ഞിട്ടില്ല. വളരെ ആവേശത്തോടാണ് മത്സരിക്കുന്നത്. പണ്ടുള്ള ഉപജില്ലാ കലോത്സവത്തിന് സ്കൂളുകൾ തമ്മിലുള്ളൊരു വാശിയും ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ളൊരു ഹരമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ സ്കൂള് വിൻ ചെയ്യുന്നത്, AV സ്കൂള് വിൻ ചെയ്യുന്നതൊക്കെ നമുക്കൊരു വലിയ ഒരു ഹരം ഉണ്ടാക്കുന്ന കാര്യമാണ്. രസമുള്ള കാര്യങ്ങളായിരുന്നു. പുതിയ പടമൊക്കെ ഇറങ്ങി വിജയകരമായിട്ട് പോയി. എന്തൊക്കെയാണ് പുതിയ സിനിമ ഒരു കട്ടിലൊരു മുറി ഇങ്ങനെ പോയി. അടുത്ത പരിപാടിൻ്റെ എഴുത്തും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ മോന് എൻ്റെ നിർബന്ധം പരിപാടിയിൽ പങ്കെടുക്കുക. പിന്നെ ഇതിൽ രണ്ട് രസം എന്ന് പറഞ്ഞാൽ വിനോദിൻ്റെ മകളും ഹൈസ്കൂളിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് ലൈറ്റ് സോങ്ങിന് മത്സരിക്കുന്നത്. മോന് ഹൈസ്കൂൾ വിഭാഗത്തിലെ ആൺകുട്ടികൾ മത്സരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു സന്തോഷങ്ങളാണ്. ഞങ്ങളെ ഒരുമിച്ചുള്ള നമ്മുടെ കുട്ടികളും നമ്മളെ കൂടെ അതേപോലെയൊക്കെ തന്നെയാണ് സന്തോഷത്തോടും കുടുംബമായിട്ടൊക്കെ പോകുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും രസകരമായൊരു കാര്യം. പോകുന്നു. അതൊരു ഗ്യാപ്പിൽ 2 ദിവസം ലീവ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോഴാണ് പിന്നെ ഇതും കൂടെ എന്തായാലും കണ്ടിട്ട് പോവാം. പിന്നെ അവളുടെ പാട്ടൊക്കെ ഒന്ന് കേൾക്കാം. അതുപോലെ എല്ലാവരും ഇവൻ്റെയും മോൻ്റെ പാട്ട് അങ്ങനെ എല്ലാവരും ഒന്ന് ആഘോഷിച്ച് രസമല്ലേ? ആ ഒരു രസം നിൽക്കട്ടെ. ഈ കലോത്സവം അടിപൊളി ആവട്ടെ. എന്തായാലും ഉഷാറാവട്ടെ. താങ്ക് യു രണ്ടുപേർക്കും കുറച്ച് നേരം ഞങ്ങളോടൊപ്പം. താങ്ക് യു.